മൂത്തവളായിട്ട് ഭയങ്കര കൂട്ടാണ്. അവളാണെങ്കിൽ അവനെ കണ്ടാ അവൾക്ക് എന്നെയൊന്നും വേണ്ട, ഞങ്ങളെ ആരെയും വേണ്ട. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അവൾ എന്നോട് പറയും, ആരും എന്തിനാ കരയണ്, ഞാൻ അപ്പയുടെ അടുത്ത് പറയാട്ടോ വരുമ്പോ മാമനെ കൊണ്ടുവരാൻ. മാമന് വലിയ മുറിവാണ്. അപ്പൊ മാമനെ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ദൂരെ ആശുപത്രിയിലാണ്. അപ്പൊ കൊറേ നാള് കഴിയുമ്പോ മാമൻ വരും. അങ്ങനെയൊക്കെ അവള് പറയാത്തൊരു ദിവസം, അവനെ പറ്റി പറയാത്ത ചോദിക്കാത്ത ഒരു ദിവസം പോലും. നമ്മള് ചിലപ്പോ എല്ലാം റിക്കവർ ചെയ്ത് വരുമ്പോ ഇവള് വന്ന് ചോദിക്കും. ഓരോ കാര്യത്തിന് റിക്കവർ ആയിട്ട് വരുമ്പോൾ അവൾ ഡെയിലി വന്നിട്ട് നമ്മൾ ഉറപ്പെടുത്തിട്ട് പോകും. അവളുടെ കുഞ്ഞു മനസ്സല്ലേ, അവൾ ഇപ്പോഴും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ചിലപ്പോ പറയും മാമ ദൈവത്തിന്റെ അടുത്ത് പോയതാണ്, പക്ഷെ അവൾക്ക് എന്നാലും വരും, മാമ വരും. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അലന്റെ മരണം എന്ന് പറയുന്നത്. ഈ സ്പോട്ടിലായിരുന്നു അവൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ബ്ലഡ് ചെയിൻസ് ആയിരുന്നു, മഴയൊക്കെ പെയ്ത് പോയതാണ്. തലയൊക്കെ മുടിയൊക്കെ ഞങ്ങൾ മൊത്തം വെട്ടി, തലയുടെ ഇവിടെ ചെവി ഫുള്ള്, ബാക്കിൽ ഫുള്ള് മുറിവുകളാണ്. കാലിന്റെ തൊട തൊട്ട് നഖത്തിന്റെ അവിടം വരെ അമ്മയ്ക്ക് മുറിവുകളാണ്. അത്രയും എനിക്ക് അമ്മേനെ നേരിട്ട് കഴിഞ്ഞപ്പോ ഈ അമ്മയാണോ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞേ എന്നുള്ളത് നമുക്ക് നേരെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ആലോചിച്ചിട്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്തായാലും ഊഹിക്കാന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും ഞാൻ പപ്പയുടെ അമ്മയുടെ മുന്നിൽ കരഞ്ഞിട്ടേ ഇല്ല. അമ്മേനെ അന്ന് ആംബുലൻസിലാണ് കാണാൻ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസിൽ പോയി കയറി കണ്ടു. അപ്പോഴും ഞാൻ ഒരു തുണ്ട് പോലും ഞാൻ കരഞ്ഞില്ല. ഇന്ന് ഇവിടെ വെച്ച് കണ്ടപ്പം പപ്പയെ ഞാനും ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നല്ലാതെ അതിനുശേഷം ഇന്നേ വരെ പപ്പയുടെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അവരെ സമാധാനിപ്പിക്കും. പക്ഷെ എൻ്റെ ഉള്ളില് എനിക്കിപ്പോഴും അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തു അവൻ പോയി ഇനി വരില്ല എന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവൻ ഇല്ല എന്നുള്ളൊരു. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടോ? അമ്മയ്ക്ക് 2 തോളലിനും പൊട്ടലുണ്ട്, പിന്നെ ദേഹം മൊത്തം മുറിവ്, പിന്നെ ചെവി ഇങ്ങനെ ഒടിഞ്ഞു പോയി, മീൻസ് അതിങ്ങനെ തൂങ്ങിപ്പോയി അങ്ങനെ. പിന്നെ ദേഹം മൊത്തം മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അമ്മേനെ തൃശ്ശൂർ കൊണ്ടുപോകണം പറഞ്ഞ് അമ്മേനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവൻ പിന്നെ ആശുപത്രി എത്തുന്നതിന് മുന്നേ അവന് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ കുത്തിയിട്ടുണ്ട് ഇവിടെ, ഇവിടെ എവിടെയാണ് കുത്തിയത്. അപ്പൊ ആ കുത്തിയ സ്പോട്ടിൽ തന്നെ അവന് പറ്റി. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെയായിരുന്നു കിട്ടിയത്. ആ കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായത് ഒരുപാട് ക്യാൻസറാ പോയിട്ടുള്ളത്.